സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മലയാളികളുടെ പ്രിയതാരമായ ഭാവന. ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള റീലുകളുമെല്ലാമായി ഭാവനയുടെ ഇൻസ്റ്റഗ്രാം പേജ് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഭർത്താവ് നവീനൊപ്പമുള്ള വളരെ കുറച്ച് ചിത്രങ്ങളെ ഭാവനയുടെ പേജിലുള്ളൂ. ഇതോടെ ഭാവനയും ഭർത്താവ് നവീനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും വിവാഹമോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണെന്ന തരത്തിൽ തമിഴ് മാധ്യമങ്ങളിലടക്കം വാർത്തകൾ പ്രചരിച്ചു. ഇത്തരം പ്രചാരണങ്ങളോട് ഭാവന പ്രതികരിച്ചിരിക്കുകയാണ്. പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാവനയുടെ പ്രതികരണം. എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകളിടുന്ന കപ്പിളല്ല തങ്ങൾ. യു ആർ മൈൻ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസ് ഇടുന്നത് തന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതൊക്കെ ഭയങ്കര ക്രിഞ്ചാണ്. ഒരു തവണ താൻ നവീനൊപ്പമുള്ള ഏതോ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ താഴെ വന്ന കമന്റ് ഇത് പഴയ ഫോട്ടോ ആണ്, ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെയാണ്. അത്തരം കമന്റുകൾക്ക് താൻ തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. നവീനൊപ്പം താൻ ദിവസവും ഫോട്ടോസ് എടുക്കാറില്ല എന്ന് പറഞ്ഞു. ദിവസവും അമ്മയുടെ കൂടെയാണ്. അപ്പോൾ അമ്മ ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം ആലോചിക്കാറേ ഇല്ല. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലും പബ്ലിക്കിലും പറയാൻ താല്പര്യമുള്ള ആളല്ല താനെന്നും ഭാവന പറയുന്നു. അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. താനും നവീനും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താൻ തന്നെ പറയുന്നതായിരിക്കും. അല്ലാതെ പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും കാണിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ഇവർ ഫോട്ടോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തോ കുഴപ്പമുണ്ട് എന്ന് ആരോ ചിന്തിക്കുന്നത് കൊണ്ട് അതങ്ങനല്ല എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നും ഭാവന നിലപാട് വ്യക്തമാക്കി. സിനിമ എന്താണ് പഠിപ്പിച്ചതെന്ന ചോദ്യത്തിന് ആരെയും എളുപ്പത്തിൽ വിശ്വസിക്കരുത് എന്നതാണെന്നും പക്ഷേ അത് ജീവിതം പഠിപ്പിച്ചതാണെന്നും ഭാവന പറഞ്ഞു. 15 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാവന 50 ലക്ഷം പ്രതിഫലം വാങ്ങിക്കുമെന്ന താരമായിരുന്നു എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു ഭാവനയുടെ മറുപടി. പ്രതിഫലം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അന്ന് അച്ഛനായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. തനിക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തരും. ആ പ്രായത്തിൽ പണത്തെക്കുറിച്ചൊന്നും സീരിയസ് ആയിരുന്നില്ലെന്നും ഭാവന പറഞ്ഞു. ജീവിതത്തിൽ മുൻപുണ്ടായ പ്രശ്നങ്ങളുടെ ട്രോമയിൽ നിന്നും എങ്ങനെ പുറത്തു വരാമെന്നുള്ള ചോദ്യത്തിന് ഭാവനയുടെ മറുപടി ഇങ്ങനെ: ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. തനിക്കിവിടെ ഇരുന്ന് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാനാകില്ല. കാരണം അവരുടെ ജീവിതം, കുടുംബം, സാഹചര്യം എല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രോമയിൽ നിന്ന് പുറത്തു വരാനുള്ള എളുപ്പവഴി എന്നതൊന്നും പറയാനാകില്ല. നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതേ ഉള്ളൂ എന്നും ഭാവന പറയുന്നു.